മുഖ്യമന്ത്രി പിണറായി വിജയൻ ചിന്തിച്ചത് അദ്ദേഹം നിയമത്തിനും മുകളിലാണെന്നാണ്, അല്ല ലോകൈകനാഥനാണെന്നാണ്. ജനങ്ങളുടെ നികുതിപ്പണം തന്റെ പാർട്ടിയുടെ തറവാട്ട് സ്വത്താണെന്നാണ്. എന്നാൽ ഇന്ന് കേരള ഹൈക്കോടതിയുടെ ആ വിധി വന്നതോടെ ആ ധാർഷ്ട്യത്തിന്റെ കൊട്ടാരത്തിന് മുകളിലാണ് പ്രഹരം ഏറ്റിരിക്കുന്നത്. നവകേരള സർവേ എന്ന പേരിൽ പിണറായി വിജയൻ പ്ലാൻ ചെയ്ത ആ വൻ ഡാറ്റ കവർച്ച കോടതി അപ്പാടെ റദ്ദാക്കിയിരിക്കുന്നു. കേവലം ഒരു സ്റ്റേ അല്ല, മറിച്ച് സർവേ തന്നെ നിയമവിരുദ്ധമാണെന്ന് കോടതി അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്തായിരുന്നു ഈ സർവേയുടെ ലക്ഷ്യം? ജനസേവനാണോ, അതോ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ സ്വകാര്യ വിവരങ്ങളൊക്കെ ചോർത്തി വോട്ട് ബാങ്ക് ഉറപ്പിക്കാനുള്ള LDFന്റെ ഗൂഢതന്ത്രമാണോ? ഖജനാവിലെ പണം എടുത്ത് പാർട്ടി കേഡർമാർക്ക് ശമ്പളം കൊടുക്കാനും അവർക്ക് ജനങ്ങളുടെ വീട്ടുമുറ്റത്ത് കയറി ചെന്ന് വിവരങ്ങൾ മോഷ്ടിക്കാനും ലൈസൻസ് കൊടുത്ത് മുഖ്യമന്ത്രിക്ക് കോടതി നൽകിയ ആ ഷോക്ക് ട്രീറ്റ്മെന്റ്, അത് വെറുമൊരു വിധിയല്ല, അതൊരു താക്കീതാണ്. ജനാധിപത്യത്തെ വെല്ലുവിളിക്കുന്ന, ജനങ്ങളുടെ സ്വകാര്യതയിൽ കൈയിട്ട് വാരുന്ന ഏകാധിപത്യ പ്രവണതയ്ക്കുള്ള കാനത്ത തിരിച്ചടി. ഈ വീഡിയോയിലപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് പിണറായി സർക്കാരിന്റെ ഈ വലിയ രാഷ്ട്രീയ നാടകം എങ്ങനെയാണ് കോടതിയിൽ പൊളിഞ്ഞടുങ്ങിയത് എന്നാണ്. എന്തായിരുന്നു VD സതീശൻ ഉന്നയിച്ച ആ ഗുരുതരമായ ആരോപണങ്ങൾ? കോടതിക്ക് പോലും ബോധ്യപ്പെടാത്ത ആ ദുരൂഹമായ ഫണ്ട് സ്രോതസ് എവിടെ നിന്നുമാണ്? നമുക്കെല്ലാം തന്നെ വിശദമായി പരിശോധിക്കാം. നവകേരള സർവേ പേര് കേൾക്കുമ്പോൾ വളരെ ആകർഷകമാണ്. കേരളത്തെ പുതുക്കി പണിയാൻ ജനങ്ങളുടെ അഭിപ്രായം ചോദിക്കുന്നു എന്നൊക്കെയായിരുന്നു സർക്കാരിന്റെ വാദം. എന്നാൽ ഇതിന്റെ അകത്തേക്ക് കടന്നു ചെല്ലുമ്പോഴാണ് ഇതിലെ ചതിക്കുഴികൾ ഓരോന്നോരോന്നായി പുറത്തു വരുന്നത്. സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ച് നടത്തേണ്ട ഒരു വിവരശേഖരണത്തിന് എന്തിനു വേണ്ടിയാണ് CPM കേഡർമാരെ ഉപയോഗിച്ചത്? ഓരോ വാർഡിലും പാർട്ടി നിശ്ചയിക്കുന്ന ആളുകൾ സർവേയുമായി വീട്ടിലേക്ക് എത്തും. സർക്കാർ മുദ്രയുള്ള ഫോമുകളൊക്കെ കയ്യിലുണ്ടാവേ. എന്നാൽ ചോദിക്കുന്ന ചോദ്യങ്ങൾ പലതും രാഷ്ട്രീയമാണ്. നിങ്ങൾ ഏത് പാർട്ടിക്കാണ് വോട്ട് ചെയ്യുന്നത്? സർക്കാരിന്റെ പദ്ധതികളിൽ നിങ്ങൾക്ക് തൃപ്തിയുണ്ടോ? അടുത്ത തിരഞ്ഞെടുപ്പിൽ നിങ്ങൾ എന്ത് തീരുമാനമെടുക്കും? ഇതൊക്കെ ചോദിക്കാൻ പാർട്ടി പ്രവർത്തകർക്ക് സർക്കാർ ശമ്പളം കൊടുക്കുന്നു എന്നത് എത്ര വലിയ അഴിമതിയാണ്! ഓർക്കണം, നമ്മുടെയൊക്കെ നികുതിപ്പണമാണ്. കേരളം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോഴാണ് ഈ മാമാങ്കം നടക്കുന്നത്. ക്ഷേമ പെൻഷൻ കൊടുക്കാൻ പണമില്ല, KSRTC ജീവനക്കാർക്ക് ശമ്പളമില്ല, വിലക്കയറ്റം കൊണ്ട് ജനങ്ങൾ പൊറുതിമുട്ടുന്നു. ഈ ഒരു സമയത്താണ് കോടികൾ പൊടിച്ച് സ്വന്തം പാർട്ടിയുടെ മാനിഫെസ്റ്റോ തയ്യാറാക്കാൻ സർക്കാർ പണമെടുക്കുന്നത്. പിണറായി വിജയൻ വിശ്വസിക്കുന്നത് ഡാറ്റയിലാണത്രേ. ജനങ്ങളുടെ മനസ്സെന്താണെന്ന് മനസ്സിലാക്കി അവരെ ഭീഷണിപ്പെടുത്താനോ സ്വാധീനിക്കാനോ ഈ ഡാറ്റ ഉപയോഗിക്കാലോ. മുമ്പ് സ്പ്രിംഗ്ലർ വിവാദത്തിൽ നമ്മൾ കണ്ടതും ഇതൊക്കെ തന്നെയാണ്. ജനങ്ങളുടെ സ്വകാര്യ വിവരങ്ങൾ വിദേശ കമ്പനികൾക്കോ പാർട്ടിക്കോ വിൽക്കാനുള്ള ഒരു വലിയ ഗൂഢാലോചനയാണ് ഈ സർവേയുടെ മറവിൽ നടന്നത്. ഹൈക്കോടതിയിൽ ഈ കേസ് വന്നപ്പോ സർക്കാർ വക്കീലിന് മറുപടി ഉണ്ടായിരുന്നില്ല. കോടതി ഉന്നയിച്ച ചോദ്യങ്ങൾ പിണറായി വിജയന്റെ ഭരണത്തിന്റെ നെടുംതൂണുകളെയാണ് പിടിച്ചുലച്ചത്. ഈ സർവേ നടത്താൻ പണം എവിടെ നിന്ന് വരുന്നു? സർക്കാരിന് ഇതിന് കൃത്യമായ മറുപടിയില്ലായിരുന്നു. ശബരിമല കൊള്ളയിലെ പോലെ പല വകുപ്പുകളിൽ നിന്നായി തുക വകമാറ്റിയാണ് ഇതിനായി ഉപയോഗിച്ചത്. ഇത് ഭരണഘടനാ വിരുദ്ധമാണ്. ജനങ്ങളുടെ നികുതിപ്പണം ഒരു പ്രത്യേക രാഷ്ട്രീയ മുന്നണിയുടെ ആവശ്യത്തിനായി ഉപയോഗിക്കാനായി സർക്കാരിന് അധികാരമില്ല. സർവേയുടെ ഓരോ പൈസയുടെയും ഉറവിടം വ്യക്തമാക്കാൻ കോടതി എന്തായാലും ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ സർക്കാർ നൽകിയ സത്യവാങ്മൂലം കോടതിയെ തൃപ്തിപ്പെടുത്തിയില്ല. ഈ നീതിപീഠം കൂടി ഇല്ലായിരുന്നെങ്കിൽ പാവപ്പെട്ട ജനങ്ങൾ എന്ത് ചെയ്തേനെയല്ലേ? വിഡിതങ്ങൾ നിറഞ്ഞ മറുപടികളാണ് എന്തായാലും സർക്കാർ കോടതിയിൽ നൽകിയത്. ജനങ്ങളുടെ ആവശ്യങ്ങൾ അറിയാൻ സർവേ നടത്തുന്നതിൽ തെറ്റില്ലെന്ന് ആദ്യം പറഞ്ഞ കോടതി പോലും ഇതിന്റെ മറവിൽ നടക്കുന്നത് രാഷ്ട്രീയ നാടകമാണോ എന്ന് സംശയിക്കുന്നു. ആ സംശയം ശരിയാണെന്ന് തെളിയിക്കുന്നതായിരുന്നു പ്രതിപക്ഷം ഹാജരാക്കിയ രേഖകളും. പ്രതിപക്ഷ നേതാവ് VD സതീശൻ തുടക്കം മുതൽ ഈ വിഷയത്തിൽ ഉറച്ചു നിൽക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും തിരഞ്ഞെടുപ്പല്ലേ ഇവിടുത്തെ വിഷയം. ഇത് സർക്കാരും പാർട്ടിയും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടാണെന്നും സർവേയുടെ മറവിൽ വലിയൊരു ഡാറ്റ വെട്ടിപ്പാണ് നടക്കുന്നതെന്നും അദ്ദേഹം നിയമസഭയിലും പുറത്തും വിളിച്ചു പറഞ്ഞു. ഇന്ന് കോടതി ആ ആരോപണങ്ങളെല്ലാം ശരിവച്ചിരിക്കുകയാണ്. ഇന്ത്യയെ നയിക്കുന്ന കേരള മോഡൽ എന്നാണ് പിണറായി വിജയൻ എപ്പോഴും അവകാശപ്പെടാറുള്ളത്. കേരള മോഡലിനെ കുറിച്ച് കൂടുതൽ പറഞ്ഞാൽ ഇന്ന് ഈ വീഡിയോ അവസാനിപ്പിക്കാൻ സാധിക്കില്ല. എന്തായാലും ഇന്ന് നവകേരള സർവേയുടെ പേരിൽ കേരളം നാണം കെട്ടിരിക്കുകയാണ്. അല്ലെങ്കിലേ നാണമില്ല. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ, ഉദാഹരണത്തിന് തമിഴ്നാടോ കർണാടകയോ എടുക്കാം, അവിടെയൊന്നും സർക്കാർ പണം ഉപയോഗിച്ച് ഒരു പാർട്ടി തങ്ങളുടെ തിരഞ്ഞെടുപ്പ് പ്രകടന പത്രിക തയ്യാറാക്കാറില്ല. ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ ലംഘനമാണിത്. ഇന്ത്യ ഒരു ഫെഡറൽ സംവിധാനമാണ്. ഇവിടെ സർക്കാരും പാർട്ടിയും രണ്ടാണ്. എന്നാൽ കേരളത്തിൽ ഇത് രണ്ടും ഒന്നാണെന്ന മട്ടിലാണ് പിണറായി വിജയന്റെ പോക്ക്. ഇന്ത്യ ഇന്ന് ഡിജിറ്റൽ വിപ്ലവത്തിന്റെ പാതയിലുമാണ്. ഡാറ്റയാണ് പുതിയ ഇന്ധനം. ഡാറ്റ ഇസ് ദ ന്യൂ ഓയിൽ. ഓരോ പൗരന്റെയും വിവരങ്ങൾ അതീവ രഹസ്യമായി സൂക്ഷിക്കേണ്ടതുമാണ്. ഒരു മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ട് ജനങ്ങളുടെ വിവരങ്ങൾ ശേഖരിക്കാൻ പാർട്ടി കേഡർമാരെ അയക്കുമ്പോൾ അത് ഇന്ത്യയുടെ ഡാറ്റ പ്രൊട്ടക്ഷൻ നിയമങ്ങൾക്കെതിരെയുള്ള വെല്ലുവിളിയാണ്. പിണറായി വിജയൻ മോദി സർക്കാരിനെ വിമർശിക്കാറുണ്ട്. അവർ ജനാധിപത്യം തകർക്കുന്നു എന്നെല്ലാം.
എന്നാൽ കേരളത്തിൽ അദ്ദേഹം ചെയ്യുന്നത് എന്താണ്? ജനാധിപത്യത്തിന് പുല്ലുവിലയല്ലേ ഇദ്ദേഹം കൊടുക്കുന്നത്? കേന്ദ്ര സർക്കാരിനെ പറയാനുള്ള യോഗ്യത പോലും ഇവിടെയില്ല. ഇവിടെ ജനാധിപത്യത്തെ കശാപ്പാണ് ചെയ്യുന്നത്. കോടതിയുടെ ഈ വിധി ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും ഒരു പാഠമാണ്. സർക്കാരുകൾ അവരുടെ പരിധി വിട്ട് കളിച്ചാൽ കോടതികൾ ഇടപെടുമെന്ന ഉറച്ച സന്ദേശമാണ് ഇതിലൂടെ ലഭിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയാം, നിങ്ങൾ ജനങ്ങളെ വിഡ്ഢികളാക്കാൻ നോക്കുകയാണോ? ഖജനാവിൽ പണമില്ല എന്ന് പറഞ്ഞ് കരയുന്ന നിങ്ങൾ കോടികൾ പൊടിച്ച് നവകേരള സദസ്സും സർവേയും കേരളീയവും എല്ലാം നടത്തുമ്പോൾ ജനങ്ങൾ കാണുന്നുണ്ട്. ഇത് നിങ്ങളുടെ ആരുടെയും കുടുംബസ്വത്തല്ല, ഈ നാട്ടിലെ പാവപ്പെട്ടവന്റെ വിയർപ്പിന്റെ പണമാണ്. ജനങ്ങൾ ചോദിക്കുന്നു, എന്തിനായിരുന്നു ഈ സർവേ? നിങ്ങളുടെ പാർട്ടിയുടെ അണികൾക്ക് ചുളുവിൽ പണം നൽകാനോ? അതോ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ വോട്ടർമാരെ ഭീഷണിപ്പെടുത്താനോ? അതുമല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഡാറ്റാ ബാങ്ക് വെച്ച് അടുത്ത തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാമെന്നാണ് നിങ്ങൾ കരുതിയത് എങ്കിൽ ആ കണക്കുകൂട്ടലുകളെല്ലാം എന്തായാലും ഹൈക്കോടതി തകർത്ത് തരിപ്പണമാക്കിയിരിക്കുകയാണ്. ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി എന്ന് അവകാശപ്പെടുന്ന നിങ്ങൾ യഥാർത്ഥത്തിൽ ഒരു കോർപ്പറേറ്റ് ഏകാധിപതിയെ പോലെയാണ് പ്രവർത്തിക്കുന്നത്. കമ്മ്യൂണിസം ഇന്ന് എവിടെയും ഇല്ലാത്തതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ പിണറായി വിജയൻ എന്നും പറയാം. ജനങ്ങളുടെ സ്വകാര്യതയ്ക്ക് ഒരു വിലയും കൽപ്പിക്കാത്ത, കോടതിയുടെ ചോദ്യങ്ങളെ പുച്ഛിച്ചു തള്ളുന്ന ഈ നിലപാട് കേരളത്തിനെ അപമാനമാണ്. നിങ്ങൾ എത്ര ഉന്നതരായാലും നിയമത്തിന് നിങ്ങൾ താഴെയാണ്. ഈ വിധിയിലൂടെ തെളിഞ്ഞല്ലോ. ഭരണഘടനാ മൂല്യങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് നിങ്ങൾക്ക് അധികകാലം ഒന്നും മുന്നോട്ട് പോകാനാവില്ല. ഈ ഒരു ഇലക്ഷൻ അതുവരെയേ ഉള്ളൂ. ഈ വിധി സർക്കാരിനെ വലിയ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. പിണറായി വിജയൻ എന്ന ക്യാപ്റ്റൻ നയിക്കുന്ന കപ്പൽ ഇന്ന് ഹൈക്കോടതിയുടെ നീതിപീഠം എന്ന പാറയിൽ തട്ടി തകർന്ന് തരിപ്പണമാക്കിയിരിക്കുന്നു. എന്തായാലും ജനങ്ങളുടെ നന്മയ്ക്കായി ഞങ്ങൾ സർവേ നടത്തുന്നു എന്ന് ഇത്രയും കാലം തൊണ്ട പൊട്ടി പ്രസംഗിച്ചവരുടെ മുഖം മൂടിയാണ് ഇന്ന് കോടതി വലിച്ചു കീറിയത്. യഥാർത്ഥത്തിൽ ഇതൊരു സർവേ അല്ലായിരുന്നു, മറിച്ച് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയെങ്കിലും കടന്നുകൂടാൻ വേണ്ടി നടത്തിയ ഒരു ഡിജിറ്റൽ കവർച്ചയായിരുന്നു ഇത്. അത് മനസ്സിലാക്കാനുള്ള ബോധമൊക്കെ ഇവിടെ കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്. ജനങ്ങളുടെ നികുതിപ്പണം ഉപയോഗിച്ച് സ്വന്തം പാർട്ടിയുടെ പ്രചാരണത്തിന് ഇറങ്ങാനായി കാണിച്ച ആ രാഷ്ട്രീയ മര്യാദകേടിന് കിട്ടിയ എട്ടിന്റെ പണിയാണ് ഈ കോടതി വിധി. ക്ഷേമ പെൻഷൻ കിട്ടാതെ വീടിന്റെ ഉമ്മറത്ത് വടിയും കുത്തിയിരിക്കുന്ന ആ പാവം വൃദ്ധയുടെ മുഖത്ത് നോക്കാൻ പിണറായി വിജയന് ഇനി സാധിക്കുമോ? അവരുടെ പെൻഷൻ തടഞ്ഞു വെച്ചിട്ടാണോ സഖാവെ നിങ്ങൾ പാർട്ടിക്കാർക്ക് സർവേ നടത്താനായി കോടികൾ ഖജനാവിൽ നിന്നും ഇങ്ങനെ വാരി കോരി നൽകിയത്? ഇതിലും വലിയൊരു ക്രൂരത ഒരു ഭരണാധികാരിക്കും ചെയ്യാനില്ല. സർക്കാരിന്റെ ഈ നവകേരള സർവേ യഥാർത്ഥത്തിൽ ഒരു നവകേരള പകൽക്കൊള്ളയായിരുന്നു. ഒരുപാട് പകൽക്കൊള്ളയിലെ ഒറ്റൊരെണ്ണം മാത്രം. എന്നാലും ഇന്ന് മലയാളികൾക്ക് എല്ലാം ബോധ്യമായിരിക്കുന്നു. ഡാറ്റാ ശേഖരണം എന്ന ഓമന പേരിൽ ഓരോ വീടിന്റെയും രാഷ്ട്രീയ ചായ്വും സാമ്പത്തിക സ്ഥിതിയും ചോർത്തിയെടുത്തത് പാർട്ടി IT സെല്ലിലെ ചാവേറുകൾക്ക് വിളമ്പാനായിരുന്നു ഇവരുടെ നീക്കം. ഇന്ത്യയിലെ മറ്റൊരു മുഖ്യമന്ത്രിയും ചെയ്യാൻ ധൈര്യപ്പെടാത്ത വിധത്തിൽ ഭരണഘടനയെയും ജനാധിപത്യത്തെയും പരിഹസിച്ച പിണറായി വിജയൻ ഈ വിധിയോടെ ചരിത്രത്തിന്റെ ചവറ്റുകുട്ടയിലേക്ക് തന്റെ രാഷ്ട്രീയ വിശ്വാസ്യത വലിച്ചെറിഞ്ഞിരിക്കുകയാണ്. ഫണ്ട് എവിടെ നിന്ന് എന്ന കോടതിയുടെ ലളിതമായ ചോദ്യത്തിന് മുന്നിൽ വിക്കിപ്പോയ, ഉത്തരം മുട്ടിപ്പോയ, നാവിറങ്ങിപ്പോയ സർക്കാർ വക്കീലിനെ കാണുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ സഹതാപം തോന്നും. കാരണം ഇരുട്ടിൽ തപ്പുന്ന സർക്കാരിനെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാൻ ആ വക്കീലിനും കഴിയില്ലല്ലോ. കേരളത്തിന്റെ ഖജനാവ് കാലിയാണെന്ന് വിലപിക്കുന്ന സർക്കാർ LDFന്റെ മാനിഫെസ്റ്റോ തയ്യാറാക്കാൻ പാർട്ടി കേഡർമാരെ ശമ്പളം കൊടുത്ത് ഞങ്ങളുടെ നികുതിപ്പണം കൊടുത്ത് വീട്ടിൽ വിടുമ്പോ അത് ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയല്ല, മറിച്ച് വെറും ഗുണ്ടാ രാഷ്ട്രീയത്തിന്റെ ഭരണകൂട രൂപമാണ്. സഖാവ് പിണറായി അറിയാൻ ഇത് സ്റ്റാലിന്റെ റഷ്യയല്ല, ഇത് നിയമവും നീതിയുമുള്ള ഇന്ത്യയാണ്. ഇവിടെ വിവരങ്ങൾ ചോർത്തുന്ന സ്പൈവെയറായി സർക്കാരിനെ മാറ്റാൻ നോക്കിയാൽ കോടതികൾ ഇടപെടുമെന്നതിന്റെ ഉറച്ച സാക്ഷ്യമാണിത്. ഈ സർവേ റദ്ദാക്കിയതിലൂടെ ഹൈക്കോടതി സംരക്ഷിച്ചത് കേവലം കുറച്ച് കോടി രൂപ മാത്രമല്ല, മറിച്ച് കേരളത്തിലെ സാധാരണക്കാരന്റെ സ്വകാര്യതയും അഭിമാനവുമാണ്. ഈ വിധിക്ക് ശേഷവും ഞങ്ങൾ പറഞ്ഞത് ശരിയാണ് എന്ന് ന്യായീകരിക്കാൻ വരുന്ന ഇടതുപക്ഷ സൈബർ പോരാളികൾക്ക് ഒരു കാര്യം ഓർക്കാം, നിങ്ങൾ ശേഖരിച്ച ഡാറ്റയേക്കാൾ വലിയൊരു സത്യം എന്ന് കോടതി പറഞ്ഞു കഴിഞ്ഞു. ഈ സർക്കാർ നടത്തുന്നത് അഴിമതിയാണ്. പിണറായി വിജയന്റെ ഈ വലിയ രാഷ്ട്രീയ നാടകം തിരശ്ശീല വീഴുമ്പോൾ അവശേഷിക്കുന്നത് ഒരൊറ്റ ചോദ്യം മാത്രം: ജനങ്ങളെ വിഡ്ഢികളാക്കി എത്ര കാലം നിങ്ങൾക്ക് ഈ സിംഹാസനത്തിൽ ഇരിക്കാൻ കഴിയും? വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് ഗോതയിൽ ജനങ്ങൾ ഇതിന് കൃത്യമായി മറുപടി നൽകുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട. എന്തായാലും സഖാക്കൾ കാത്തിരുന്നോളൂ, നിങ്ങൾക്കുള്ള അവസാന ആണിയും അടിച്ചു കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും പിണറായി വിജയന്റെ ഈ ധാർഷ്ട്യത്തെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? തീർച്ചയായും എല്ലാം തന്നെ അഭിപ്രായമായി, നിങ്ങളുടെ പ്രതിഷേധമായി കമന്റ് ബോക്സിൽ തുറന്നടിക്കൂ. മറ്റൊരു വാർത്തയും വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.